എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. പലർക്കും അറിയില്ല ഞാൻ പ്രമുഖൻ. എന്നോട് പലരും ചോദിച്ചു, നീ ആണോ പ്രമുഖൻ, നീ എപ്പോഴാടാ പ്രമുഖൻ, നീ നടനയല്ല എപ്പോഴാണോടാ പ്രമുഖൻ? നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. സാധാരണ എന്താന്ന് വെച്ചാൽ ഓരോരുത്തർ ഇന്റർവ്യൂസിലൊക്കെ വന്നിരിക്കുമ്പോഴത്തേനും അവർ അതിൻ്റെതായ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവൻ പറയാ. ധ്യാൻ വന്നിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പേടിയാണ്. സിദ്ദിഖായിക്കും അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് പേടി. ഇവൻ എന്താണോ ദൈവമേ പറയാൻ പോകുന്നത്. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? എത്ര വയസ്സായി? എനിക്കിപ്പോ 38 വയസ്സ്. 16 വയസ്സുള്ളപ്പോ കണ്ട സിനിമയാണ് സി ഡി മൂസ. അപ്പൊ എനിക്ക് ധ്യാനം അങ്ങനൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ അന്ന് ചെയ്ത സിനിമയാണ്. ഇന്ന് ഞങ്ങൾ എന്താ തൊട്ടികളാണോ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് നിങ്ങൾ ഇത്ര വൃത്തികെട്ട കുട്ടികളായിരുന്നു. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. ആ കണ്ടതിന്റെ പേരിലായിരിക്കും അല്ലെ വൃത്തികെട്ട കുട്ടികളായ. ദിലീപ് ഏട്ടൻ അഭിനയിച്ച എത്ര തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഒരെണ്ണം അല്ലേ? ആ ഒരെണ്ണം ഏതാണെന്നറിയാം? പറ, ഫാൻ ബോയ് അല്ലേ? അതെന്താ നീ ഇപ്പൊ പെട്ടെന്ന് ഇതിങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേന് ഏതാണെന്നുള്ള അല്ല, അതാണ് തമിഴ് സിനിമ ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ചിലത് ഓടാതെ പോയ സിനിമ നമ്മൾ OTT വരുമ്പോൾ നല്ലതെന്ന് പറയുന്നില്ലേ, ഓടിയ സിനിമകൾ OTT വരുമ്പോൾ മോശമെന്ന് പറയുന്നില്ലേ. ഇത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് മാസ് ഓഡിയൻസിലോട്ട് എത്തുമ്പോഴാണ് ഹിറ്റ് ആവുന്നത് ഇന്നത്തെ കാലത്ത് അല്ലേ? അങ്ങനെ പറഞ്ഞാലേ ഇവന് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ.